മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോണി വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന വിവരമറിഞ്ഞ് ഷെറിൻ ഹോസ്പിറ്റലിൽ ചെല്ലുകയും ടോണിയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് കരയുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ദീനാമയും ആൽവിനും കാന്റീനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ കോറിഡോറിൽ വെച്ച് മാമച്ചനെയും ഗ്രേസമ്മയെയും അലീനയെയും രേവതിക്കുട്ടിയെയും കണ്ടു. ദീനാമയ്ക്ക് ഈർഷ്യ പെരുകി. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇല്ല, ഗ്രേസമ്മ പറഞ്ഞു. നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ എൻ്റെ മോനെ ബുദ്ധിമുട്ടിക്കാൻ പിന്നെയും വരുമോ? ഇന്നലെ നിങ്ങൾ ഇവിടെ വന്ന് അവനെ കണ്ടതല്ലേ? അവളെ ആർക്ക് വേണമെങ്കിലും കെട്ടിച്ചു കൊടുത്തോളാൻ അവൻ സമ്മതിച്ചതുമാണല്ലോ. നിങ്ങളുടെ മകൻ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത് ബന്ധം വേർപെടുത്തി തരാമെന്നല്ല, ഷെറിനെ വിധവയാക്കി തരാമെന്ന. അത് കേട്ടപ്പോൾ മുതൽക്ക് അവൾക്ക് ഭയങ്കര സങ്കടം. അവനെ അതിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്നറിയാൻ വേണ്ടിയാ ഷെറിൻ അവനെ കാണാൻ വന്നത്, മാമച്ചൻ പറഞ്ഞു. ഓ, ഇനിയിപ്പം അവള് ഗുണദോഷിക്കാത്ത കുറവേ ഉള്ളൂ. നിങ്ങൾ വിവാഹമോചനം ചോദിച്ചു വന്നതും അവനെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും, ദീനാമ്മ കുറ്റപ്പെടുത്തി. വിവാഹമോചനം ചോദിച്ചത് ഒരു ചടങ്ങിന് വേണ്ടി മാത്രമാ ദീനാമേ. നമ്മൾ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി സൂക്ഷിച്ചു വെക്കാറില്ലേ? ടോണിയുടെ അവസ്ഥ ഇത്ര ഗുരുതരമാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നല്ലോ. അറിഞ്ഞപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. എന്തായാലും അതിന് നിങ്ങളുടെ സഹായം വേണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മതി. ടോണിയെ രക്ഷപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭമൊന്നും ഉണ്ടാകാനില്ല. അതിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഞങ്ങൾക്ക് വേണ്ട. ഒരു ജീവൻ രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉള്ളൂ. അത് ഞങ്ങളുടെ പെങ്കൊച്ചു കാരണമാണല്ലോ ടോണി ഇങ്ങനെ ആയിപ്പോയത് എന്നോർത്തിട്ട് മാത്രം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ കാര്യം? ഞങ്ങളുടെ പെണ്ണിനെ ഉപേക്ഷിച്ചവനല്ലേ ടോണി? മാമച്ചൻ പരുഷ സ്വരത്തിൽ പറഞ്ഞു. ദീനാമ്മ അല്പം വീണ്ടും വിചാരം വന്നതുപോലെ മാമച്ചനെയും ഗ്രേസമ്മയെയും മാറി മാറി നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ഗർവൊന്നും വേണ്ട ആൻറ്റി. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ആൻറ്റിയുടെ മോൻ്റെ ജീവനല്ലേ വലുത്, അലീന പറഞ്ഞു. കാറിൽ ഇങ്ങോട്ട് പോരുമ്പം ഞങ്ങൾ ഇത് തന്നെയാ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആലുവയ്ക്കടുത്ത് ഒരു സ്ഥലമുണ്ട്, മദ്യപാനം നിർത്താൻ വേണ്ടി ചികിത്സിക്കുന്ന സ്ഥലമാ. നമുക്കത് ആലോചിച്ച് നോക്കിയാലോ? ദീനാമ്മ ഒന്നയഞ്ഞു. ഒരു ഒത്തുതീർപ്പ് മനോഭാവം മുഖത്ത് ദൃശ്യമായി. അവർ ദീർഘനിശ്വാസം എടുത്തു. ഷെറിൻ ടോണിയുടെ മുറിയിൽ നിന്നിറങ്ങി കോറിഡോറിലൂടെ വരുന്നുണ്ടായിരുന്നു. ചിന്നുമോൾ മിനുസമുള്ള ഭിത്തിയിലൂടെ കൈയോടിച്ചുകൊണ്ട് പതുക്കെ നടന്നു. പിന്നെ ഓടി ഷെറിന്റെ മുന്നിൽ കയറി. ഷെറിന്റെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നത് ദീനാമ്മ ശ്രദ്ധിച്ചു. ഇപ്പോഴും അവയിൽ കണ്ണുനീരുണ്ടായിരുന്നു. എല്ലാവരും ആകാംക്ഷ നിറഞ്ഞ വല്ലായ്മയോടെ അവളെ നോക്കി. ടോണിച്ചായൻ എന്നോട് സംസാരിച്ചു. ഷെറിൻ വിങ്ങിപ്പൊട്ടി. എൻ്റെ മോളെ അടുത്ത് വിളിച്ച് പേരെന്താണെന്ന് ചോദിച്ചു. മോള് കൊടുത്ത മിഠായി വാങ്ങിച്ചു തിന്നു. അപ്പോഴേക്കും ഷെറിൻ കരഞ്ഞുപോയി. രേവതിക്കുട്ടി അവളുടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി ഒരു കസേരയിലേക്ക് ഇരുത്തി. ഗ്രേസമ്മയും അലീനയും കൂടി ദീനാമ്മയോട് കാര്യഗൗരവത്തിൽ സംസാരിച്ചു. ടോണിയെ രക്ഷിക്കാൻ വേണ്ടി തങ്ങളാലാവുന്നതെല്ലാം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി. ടോണി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ അപ്പോൾ തന്നെ ആലുവയിലെ മദ്യപാന ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ധാരണയായി. അതിനു മുൻപ് ടോണി അതിന് സന്നദ്ധനാക്കിയെടുക്കണം. ആലുവയിലെ ചികിത്സാ രീതിയെപ്പറ്റി അന്വേഷിക്കാനുള്ള ചുമതല മാമച്ചൻ ഏറ്റെടുത്തു. സ്റ്റാൻലി ടോണിയെ കാണാൻ മുകളിലേക്ക് വരികയുണ്ടായില്ല. അയാളും വൈദ്യവും ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് പ്ലേസിൽ മറ്റുള്ളവർ വരാൻ വേണ്ടി കാത്തുനിന്നു. അലീനയും ഷെറിനും മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ചിന്നുമോളും തിരികെ താഴെയെത്തി. പുതിയ സംഭവ വികാസങ്ങൾ സ്റ്റാൻലിയെ ധരിപ്പിച്ചു. സ്റ്റാൻലിയോടും അലീനയോടുമൊപ്പം കുളത്തൂപ്പുഴയ്ക്ക് മടങ്ങാനിരുന്ന ഷെറിനും ചിന്നുമോളും ഇനി എറണാകുളത്തേക്ക് പോവുകയാണ്. ടോണിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടേ ഷെറിൻ കുളത്തൂപ്പുഴയ്ക്ക് വരൂ. അലീന കൂടി തന്നോടൊപ്പം വേണമെന്ന് ഷെറിൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെ സ്റ്റാൻലി അത് സമ്മതിച്ചു. അയാൾ ബൈജുവുമായി കുളത്തൂപ്പുഴയ്ക്ക് തിരിച്ചുപോയി. എറണാകുളത്തെ വീട്ടിലെത്തിയ ശേഷം മാമച്ചനും സംഘവും അനന്തര നടപടികളെക്കുറിച്ച് ആലോചിച്ചു. അടുത്ത ദിവസം അയാൾ ആലുവയിലെ ചികിത്സാ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ ചികിത്സാ രീതികളെക്കുറിച്ച് അന്വേഷിച്ചു. ഗ്രേസമ്മയും അലീനും ഷെറിനും കൂടി രാവിലെ തന്നെ കോലഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് പോയി. ഷെറിനെ വീണ്ടും കണ്ടപ്പോൾ ടോണിക്ക് ആശ്ചര്യമായി. നീ എന്താ പിന്നെയും വന്നത്? അവൻ ചോദിച്ചു. ഞാൻ ഇവിടെ ടോണിച്ചാനെ കൂട്ടിരിക്കാൻ വന്നതാ, അവൾ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, നീ പോയിക്കോ. ഇവിടെ എന്നെ നോക്കാൻ മമ്മിയുണ്ട്, ആൽവിനുണ്ട്. പക്ഷേ ഷെറിൻ പോയില്ല. തനിക്ക് വീട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ടെന്ന് ദീനാമ്മ മകനോട് പറഞ്ഞു. ആൽവിനും വീട്ടിൽ പോകണമായിരുന്നു. നീ എന്നെ ശുശ്രൂഷിക്കാൻ നിൽക്കണ്ട, എനിക്ക് ഭാര്യയൊന്നും ഇല്ലെന്നാ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നേ.
ടോണി ഷെറിനോട് കർശനമായി പറഞ്ഞു. ഭാര്യയുണ്ടെന്ന് പറയേണ്ട ടോണിച്ചായ, അങ്ങനെ കരുതുകയും വേണ്ട. സ്വന്തത്തിൽപ്പെട്ട ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ മതി. അല്ല, നീ എന്തുദ്ദേശിച്ചാ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നേ? ഞാൻ നിന്നെ ഉപേക്ഷിച്ചതാ. എനിക്കിനി നിന്നെ വേണ്ട, നിന്റെ സേവനവും ആവശ്യമില്ല. എനിക്കറിയാം ടോണിച്ചായ, എനിക്ക് ടോണിച്ചായൻ ഒന്നും തരണ്ട. ടോണിച്ചായൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. ഞാൻ കാരണം ഒരുകിപ്പോയ ഈ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അത്രേ എനിക്കുള്ളൂ. അതിന് നിന്റെ സഹായവും സൗജന്യവും ഇവിടെ ആവശ്യമില്ലെന്നാ ഞാൻ പറഞ്ഞേ. ടോണിച്ചായ, എൻ്റെ വീട്ടുകാരെല്ലാം കൂടി ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചുമാ എന്നെക്കൊണ്ട് അന്ന് കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. ടോണിച്ചായതിനെ ചതിക്കുകയാണല്ലോ എന്നോർത്ത് ഞാൻ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്നറിയോ? എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാം ഞാൻ സ്നേഹിച്ചു, സന്തോഷിപ്പിച്ചു. ഞാൻ കാരണം നശിച്ചു പോകലെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ. ഷെറിൻ കണ്ണീരോടെ പറഞ്ഞു. നീ പ്രാർത്ഥിക്കോ ശപിക്കോ എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. പക്ഷേ ഇവിടെ നീ മെനക്കെട്ട് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഷെറിൻ ഒന്നും മിണ്ടിയില്ല. ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് പുറത്തു പോകാനും കൂട്ടാക്കിയില്ല. അലീന വെളിയിൽ പോയി കുറെ പത്രമാസികൾ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു. ദീനാമയും ആൽവിനും 10 മണിയോടെ മൂവാറ്റുപുഴയ്ക്ക് പോയി. ഉച്ചയ്ക്ക് മുൻപ് മാമച്ചൻ വന്ന് അലീനയും ഗ്രേസമ്മയെയും കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത 2 ദിവസവും ഷെറിൻ തന്നെ ഹോസ്പിറ്റലിൽ ടോണിയുടെ ബൈസ്റ്റാൻഡറായി നിന്നു. ദീനാമയ്ക്കും ആൽവിനും അത് വലിയ സഹായമായി. ഷെറിനുമായി വീണ്ടും അടുത്തിടപഴകിയതോടെ ദീനാമയുടെ മനസ്സിലുണ്ടായിരുന്ന വെറുപ്പ് കുറേശ്ശെ അലിഞ്ഞു തുടങ്ങിയിരുന്നു. ടോണിയുടെ മനോഭാവത്തിലും മാറ്റമുണ്ടെന്ന് ദീനാമയ്ക്ക് മനസ്സിലായി. അവൻ കുറച്ചുകൂടി ഉന്മേഷവാനായി കാണപ്പെട്ടു. മുൻപത്തേക്കാൾ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അവൻ നന്നായി ഭക്ഷണം കഴിക്കുന്നു. പത്രമാസികൾ വായിക്കാൻ താല്പര്യം കാണിക്കുന്നു. ഷെറിൻ സ്നേഹത്തോടെയാണ് അവനെ പരിചരിക്കുന്നതെന്ന് ദീനാമയ്ക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഷെറിൻ അടുത്തില്ലാത്തപ്പോൾ ദീനാമ്മ അവനോട് പറഞ്ഞു, നീയൊന്ന് രക്ഷപ്പെട്ട് കാണണമെന്നേ ഉള്ളൂ അവൾക്ക്. അവൾ കാരണമാണല്ലോ നിന്റെ ജീവിതം ഇങ്ങനെയായത് എന്നോർത്തിട്ട് വലിയ വിഷമമുണ്ട് അവൾക്ക്. നീ കുടി നിർത്തണം. പഴയ പോലെ കുവൈറ്റിൽ പോയി ജോലി ചെയ്യണം. കൊള്ളാവുന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. ഇതൊക്കെയാണ് അവളുടെ ആഗ്രഹമെന്ന് പറഞ്ഞു. അവൾ നിന്നോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിക്കരുതെന്ന അവൾക്ക്. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും എന്ത് ശിക്ഷ സ്വീകരിക്കാനും അവൾ ഒരുക്കമാ. എനിക്കറിയാം മമ്മി, ടോണി പറഞ്ഞു. അവൾ അതെല്ലാം എന്നോട് പറഞ്ഞു. നിനക്കും വേണ്ടേ മോനെ ഒരു വാശി? ഈ നരകത്തിന്ന് കരകയറണ്ടേ? അവൾക്ക് മാത്രമല്ല, അവളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും നിന്റെ കാര്യം ഓർത്തിട്ട് വല്ലാത്ത വിഷമമുണ്ട്. അവരെല്ലാം നിനക്ക് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറാ. മാമച്ചെന്ന് പറയുന്ന ആളാണെങ്കിൽ ആലുവായിലോ മറ്റോ പോയി ഒരു സ്ഥലം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ചികിത്സിച്ച കുടി നിർത്താൻ പറ്റുമെന്നാ പറയുന്നേ. വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ടോണി പറഞ്ഞു. മോനെ, നീ പറയുന്നത് കേൾക്ക്. അവർക്കിതിൻ്റെ വല്ല കാര്യവുമുണ്ടോ? അവർ നിന്റെ ആരാ? എന്നിട്ടും ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ? മനുഷ്യർ നല്ലത് ചെയ്യുമ്പം നമ്മൾ മനഃപൂർവ്വം കണ്ണടച്ച് പിടിക്കരുത്. അവരൊക്കെ നല്ല മനുഷ്യരായതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയെങ്കിലും തുലഞ്ഞു പോട്ടെന്നല്ലേ വിചാരിക്കൂ. അവർക്കെന്താ നഷ്ടം? മമ്മി, അവളുടെ മുഖം കാണുമ്പം എനിക്ക് പഴയതൊക്കെ ഓർമ്മ വരും. അവൾ എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു ചതി ചെയ്തല്ലോ നോക്കുമ്പോൾ. അതിന് നീ അവളെ ഉപേക്ഷിച്ചില്ലേ? ആ ബന്ധം വേണ്ടെന്ന് വെച്ചില്ലേ? അത് പുതുക്കണമെന്ന് അവരാവശ്യപ്പെട്ടില്ലല്ലോ. നീ രക്ഷപ്പെട്ടു പോയി നല്ല നിലയിൽ ജീവിക്കണമെന്നേ അവർ പറയുന്നുള്ളൂ. അവരെല്ലാം നിനക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുമ്പം നീ അത് നിസ്സാരമായിട്ട് കാണരുത്. നീയൊന്ന് മനസ്സ് വെച്ചാൽ മതി. എല്ലാ സൗകര്യവും അവർ ചെയ്തു തരും. 31 ദിവസത്തെ ട്രീറ്റ്മെൻറ്റേ ഉള്ളെന്നാ പറഞ്ഞത്. അതൊരാശുപത്രിയൊന്നുമല്ല, ഒരു വീട് പോലെയാ. നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. നമുക്കിഷ്ടമുള്ളയാളെ കൂടെ നിർത്താം. കുടിയും വലിയും മാത്രം പറ്റില്ലെന്നേ ഉള്ളൂ. ഓഹോ, അപ്പോൾ സംഗതി അത്രയൊക്കെ എത്തിക്കഴിഞ്ഞോ? ആരാ ഇതൊക്കെ ഏർപ്പാട് ചെയ്യുന്നേ? മാമച്ചനാ. പിന്നെ അലീന എന്ന് പേരുള്ള ആ പെങ്കൊച്ചുമുണ്ട്. അവരെല്ലാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്കും പ്രവൃത്തിക്കും ഫലമുണ്ടാക്കാം. നീ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ടോണി മറുപടി പറയാതെ ആശങ്കാജനകമായ മൗനത്തിലിരുന്നു. അവൻ്റെ ഉള്ളിൽ ഒരു ദ്വന്ദ്വയുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടിയ കച്ചിത്തിരുമ്പിൽ പിടിച്ച് കരപറ്റണോ, അതോ കേവലം വാശിക്ക് വേണ്ടി മുങ്ങിത്താഴണോ? ഷെറിനടുത്തുള്ളപ്പോഴെല്ലാം താങ്കൾ കുവൈറ്റിൽ ജീവിച്ച സ്നേഹസുരഭിലമായ ജീവിതം അവൻ്റെ ഓർമ്മയിൽ വന്നു. അവൾ തന്നെ സ്നേഹിച്ചിരുന്നുവെന്ന് അവൻ അറിയാം. അത് കളർപ്പില്ലാത്തതായിരുന്നു. അവൾ പറഞ്ഞതെല്ലാം ശരിയായിരിക്കാം. തന്നെ ചതിക്കാൻ അവൾ മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ചെയ്ത തെറ്റിന് അവൾ പശ്ചാത്തപിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ തനിക്ക് മദ്യപിക്കാതെ ജീവിക്കാൻ സാധിക്കുമോ? ടോണിക്ക് അതേപ്പറ്റി സംശയമായി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ എല്ലാ ദിവസവും മാമച്ചനും ഗ്രേസമ്മയും അലീനയും വന്ന് ടോണിയെ സന്ദർശിച്ചു.
ടോണി ആശുപത്രി വിടുന്നതിൻ്റെ തലേ ദിവസം കാണാൻ വന്നപ്പോൾ മാമച്ചൻ അവനോട് പറഞ്ഞു, ടോണിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഒന്നും ടോണിയുടെ സമ്മതത്തോടെയല്ല. ടോണി രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ മാത്രമാ. 2 വഴിയുണ്ട് മുൻപിൽ. ഒന്ന് നാശത്തിലേക്കുള്ളതാണ്, അടുത്തത് രക്ഷയിലേക്കും. ടോണി തന്നെ തീരുമാനിക്കുക. സമയമുണ്ട്. ടോണി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. വൈകുന്നേരം മാമച്ചനും ഗ്രേസമ്മയും അലീനയും തിരിച്ചുപോയി. ഷെറിൻ ഹോസ്പിറ്റൽ തന്നെ നിന്നു. സന്ധ്യയോടെ ദീനാമ്മ മൂവാറ്റുപുഴയ്ക്ക് പോകാനൊരുങ്ങി. നാളെ ടോണിയെ ആലുവയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒപ്പം കരുതേണ്ട സാധന സാമഗ്രികൾ വീട്ടിൽ നിന്നും എടുത്തോണ്ട് വരണമെന്ന് ഷെറിൻ ദീനാമ്മയെ ഓർമ്മിപ്പിച്ചു. ദീനാമ്മ പോയി കഴിഞ്ഞപ്പോൾ ടോണി അവളോട് ചോദിച്ചു, ആലുവയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ. പിന്നെന്തിനാ ആവശ്യമില്ലാത്ത തയ്യാറെടുപ്പുകൾ? ടോണിച്ചായ, എത്ര പേരാ ടോണിച്ചായൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നേ? ഷെറിൻ യാചനാഭാവത്തിൽ അവനെ നോക്കി. എനിക്ക് സൗഖ്യം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കാം. എൻ്റെ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ലാതാവില്ലല്ലോ. ടോണിച്ചായ, നഷ്ടങ്ങളില്ലാത്ത ആരുണ്ട് ഭൂമിയിൽ? മനുഷ്യരെല്ലാം അതോർത്ത് വിഷമിച്ചിരിക്കുവാണോ? വേറെ നേട്ടങ്ങളുണ്ടാകുമ്പം എല്ലാവരും നഷ്ടങ്ങൾ മറക്കും. ടോണിച്ചായനും പറ്റും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിഞ്ഞതെല്ലാം മറക്കാനും. ഒരേ ഒരു ജീവിതമല്ലേ ഉള്ളൂ ടോണിച്ചായ. നഷ്ടപ്പെട്ടതൊക്കെ ഓർത്താൽ ചങ്കു പൊട്ടും. എന്തൊക്കെ ആശിച്ചവനാ ഞാൻ. നിനക്കറിയാമല്ലോ, കുവൈറ്റിലെ ഫ്ലാറ്റിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ഓരോ കണക്കുകൂട്ടി. ടോണി പൂർത്തിയാക്കാതെ നിർത്തി. ഷെറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം അവൾക്ക് ഓർമ്മയുണ്ട്. തരക്കേടില്ലാത്ത ശമ്പളം, കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സ്വപ്നങ്ങൾ, ബാധ്യതകളില്ലാത്ത ജീവിതം. നാളത്തെ കാര്യം നാളെ തീരുമാനിക്കാം. പോയി കിടന്നോ. ടോണി അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു കിടന്ന് കണ്ണടച്ചു. ഇടയ്ക്കിടെ താനെ ഉതിരുന്ന നെടുവീർപ്പുകളോടെ അങ്ങനെ കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. ജലപാളികൾക്കടിയിൽ എന്തോ വലയിൽ കുരുങ്ങി ശ്വാസം മുട്ടി പൊളയുന്ന ഒരു പേടി സ്വപ്നം കണ്ട് ടോണി ഞെട്ടിയുണർന്നു. മുറിയിൽ ട്യൂബ് വെളിച്ചമുണ്ടായിരുന്നു. പാദങ്ങൾക്ക് മീതെ ചൂടുള്ള നനവ്. പാദങ്ങൾ ബന്ധിക്കപ്പെട്ടതുപോലെ തോന്നിയിട്ട് അവൻ തലയുയർത്തി നോക്കി. കട്ടിലിൻ്റെ കാൽക്കൽ നിലത്ത് മുട്ടുകുത്തി തൻ്റെ കാൽപാദങ്ങളിൽ മുഖം ചേർത്ത് ഷെറിൻ. അവളുടെ കണ്ണുനീരാണ് തൻ്റെ പാദങ്ങളെ നനയ്ക്കുന്നതെന്ന് അവന് മനസ്സിലായി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ വീണ്ടും കണ്ണുകളടച്ചു. മാമച്ചനും ഗ്രേസമ്മയും അലീനയും രാവിലെ തന്നെ ഹോസ്പിറ്റലിലെത്തി. അതിനുശേഷമാണ് മൂവാറ്റുപുഴ നിന്നും ദീനാമ്മയും ആലുവിനും വന്നു ചേർന്നത്. ടോണിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ബില്ല് തീർക്കുന്ന ചുമതല സ്വയം ഏറ്റെടുത്ത് മാമച്ചൻ അങ്ങിങ്ങ് ഓടി നടന്നു. എല്ലാം ശരിയാകുമ്പോഴേക്കും നേരം ഉച്ചയോടെടുത്തു. ടോണിയെയും കൂട്ടി അവർ പാർക്കിംഗ് പ്ലേസിലെത്തി. ഇനി ടോണി തീരുമാനിക്ക്, എങ്ങോട്ടാണ് പോകേണ്ടത്? ആലുവയ്ക്കോ മൂവാറ്റുപുഴയ്ക്കോ? ടോണി എല്ലാവരെയും മാറി മാറി നോക്കി. ഒടുവിൽ അവൻ്റെ നോട്ടം ഷെറിൻ്റെ മുഖത്ത് തങ്ങി നിന്നു. ആലുവയ്ക്ക് പോയി നോക്കാം. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തതല്ലേ, ഞാൻ ഏത് വണ്ടിയിൽ കയറണം? മാമച്ചൻ ടോണിയെ തൻ്റെ കാറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഷെറിൻ അലീനയുടെ പിന്നിലേക്ക് മാറി നിന്ന് ആരും കാണാതെ മിഴികളൊപ്പി. ആലുവയിൽ നിന്നും അങ്കമാലിയിലേക്ക് പോകുന്ന വഴി അത്താണിയിലാണ് ചികിത്സാ കേന്ദ്രം. അത്താണി ജംഗ്ഷനിൽ നിന്നും കുറുമശ്ശേരിക്ക് പോകുന്ന വഴിക്ക് അല്പദൂരം പോയാൽ ബത്ലഹേം റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന ബോർഡ് കാണാം. കപ്പൂച്ചിൻ അച്ഛന്മാർ നടത്തുന്ന സ്ഥാപനമാണത്. മാമച്ചൻ എല്ലാം കാലേക്കൂട്ടി ഏർപ്പാടാക്കിയിരുന്നതിനാൽ ഒന്നിനും ഒരിടത്തും യാതൊരു അമാന്തവും നേരിട്ടില്ല. ടോണി ചികിത്സാ കേന്ദ്രത്തിൽ അഡ്മിറ്റായി. ബൈസ്റ്റാൻഡറായി ഷെറി നിൽക്കാമെന്ന് സമ്മതിച്ചു. ദീനാമ്മ മൂവാറ്റുപുഴയ്ക്ക് തിരിച്ചു പോകും മുൻപ് മാമച്ചൻ അവരെ ആശ്വസിപ്പിച്ചു. ഇത്രയൊക്കെ ആയില്ലേ, നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ? ഇനി ഒന്നും പേടിക്കണ്ട കേട്ടോ. ഞങ്ങൾ ആരും പാതി വഴിക്കിട്ടിട്ട് പോകുന്ന ആൾക്കാരല്ല. വൈകുന്നേരം മാമച്ചനും ഗ്രേസമ്മയും അലീനയും തിരിച്ചുപോയി. ചിന്നുമോളെ രേവതിക്കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അവർ ഈ യാത്രക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. മാമച്ചൻ്റെ വീട്ടിൽ നിന്നും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ആലുവയിലേക്ക് കാർ ഓടി. എല്ലാ ദിവസവും ടോണിക്ക് സന്ദർശകരുണ്ടായിരുന്നു. ഇതിനിടയിൽ അലീനയെ കൂട്ടിക്കൊണ്ടു പോവാൻ കുളത്തൂപ്പുഴയിൽ നിന്നും സ്റ്റാൻലി കാറുമായി എത്തി. അലീന സ്റ്റാൻലിയും കൂട്ടി ബത്ലഹേം സെൻറ്ററിലെത്തി. എൻ്റെ പപ്പയ്യ, റാണിയാൻറ്റിയുടെ ഏറ്റവും മൂത്ത ആങ്ങള. അലീന ടോണിക്ക് സ്റ്റാൻലിയെ പരിചയപ്പെടുത്തി. കല്യാണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു, ടോണി പറഞ്ഞു. അവൻ അത്രയ്ക്ക് തീർച്ചയുണ്ടായിരുന്നില്ല. പക്ഷേ ഷെറിൻ പറഞ്ഞ് ഇങ്ങനെ ഒരാളെപ്പറ്റി അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഷെറിനോട് യാത്ര പറയുമ്പോൾ അലീന ചോദിച്ചു, റാണിയാൻറ്റിക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ? നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നീയല്ലേ എൻ്റെ മോളെ വീണ്ടെടുത്ത് തന്നത്. നീ തന്ന ധൈര്യത്തിലാ ഞാൻ ടോണിച്ചാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് നിന്നത്. അതിന് ഫലമുണ്ടായല്ലോ. നമുക്ക് സ്നേഹിക്കാൻ ധൈര്യമില്ലാത്തതാ റാണിയാൻറ്റി എല്ലാ കുഴപ്പങ്ങളുടെയും അടിസ്ഥാന കാരണം. സ്നേഹിക്കണമെങ്കിലും ഒരുപാട് ധൈര്യം വേണം. ഇവിടുത്തെ തോട്ടക്കാരൻ പറഞ്ഞു. ചികിത്സ കഴിഞ്ഞു പോയാലും
ചിലരൊക്കെ പിന്നെയും കുടിയന്മാരാകുമെന്ന്. അതാ എനിക്കൊരു പേടി. ടോണിച്ചായൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി വേണ്ട. നമ്മൾ മരുന്ന് കൊണ്ട് മാത്രമല്ലല്ലോ ചികിത്സിക്കുന്നേ, സ്നേഹം കൊണ്ടുമല്ലേ. എല്ലാം ശരിയാകും. അലീനയും സ്റ്റാലിയും കുളത്തൂപ്പുഴയ്ക്ക് മടങ്ങി. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഗ്രേസമ്മയും മാമച്ചനും വന്നുപോയ ശേഷം ടോണി ഷെറിനോട് ചോദിച്ചു, നിന്റെ മോൾ എവിടെയാണിപ്പോൾ? കാണാറില്ലല്ലോ. അവളെ നോക്കാൻ രേവതിക്കുട്ടിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ അവളെ കൂടെ നിർത്തിക്കോ. ഇവിടെ അതിന് തടസ്സമൊന്നുമില്ലല്ലോ. വേണ്ട, ടോണിച്ചായൻ അത് വിഷമമാകും. എന്നെ നോക്കണ്ട, ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു. ഷെറിൻ ടോണിയോട് അക്കഥകളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചികിത്സാ കേന്ദ്രത്തിലെ റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ ടോണി ഷെറിനോട് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ചിന്നുമോളുടെ തിരോധാനം, അവൾ സഞ്ചരിച്ച വഴികൾ, ആ വഴികളെ പിന്തുടർന്ന് അലീന നടത്തിയ അന്വേഷണം, ഒടുവിൽ ചിന്നുമോളെ കണ്ടെത്തിയപ്പോഴത്തെ അത്ഭുതം, എല്ലാം അതിശയത്തോടെയാണ് ടോണി കേട്ടത്. അതിനേക്കാൾ അവനെ അമ്പരിപ്പിച്ചതും ആശ്ചര്യപ്പെടുത്തിയതും അലീനയുടെ യാത്രകളും തിരിച്ചറിവുകളുമായിരുന്നു. കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ നിന്ന് സ്നേഹത്തിൻ്റെ ദീപശിഖയുമേന്തി കുളത്തൂപ്പുഴയിൽ എത്തി നിൽക്കുന്ന പ്രയാണം. ഞാനിപ്പോൾ ഒരു മുഴുഭ്രാന്തിയായേനെ ടോണിച്ചായ, അവളില്ലായിരുന്നുവെങ്കിൽ, ഷെറിൻ കൂടെ പറഞ്ഞു. ചിന്നുമോളെ കൊണ്ടുവരാൻ വിരോധമില്ലെന്ന് ടോണി പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും കൂടി ചിന്നുമോളുമായി ബത്ലഹേം സെൻറ്ററിലെത്തി. ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ടോണി അങ്കിളിനെ ചിന്നുമോൾ മറന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ വന്നപാടെ ഒരു കിറ്റ് ടോണിക്ക് സമ്മാനിച്ചു. ഇതെന്താണ്? ടോണി ചോദിച്ചു. അങ്കിള് ഇന്നാള് കണ്ടപ്പം ചോദിച്ചില്ലായിരുന്നോ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേന്ന്? അതാ. അവൾ ശിശുസഹജമായ നിഷ്കളങ്കതയോടെ പറഞ്ഞു. ടോണി കിറ്റ് തുറന്നു നോക്കി. ആപ്പിളും മുന്തിരിയും ചോക്ലേറ്റുകളുമൊക്കെയാണ്. വെരി ഗുഡ്, കൊള്ളാം, താങ്ക് യു. അങ്കിള് ആപ്പിളും മുന്തിരിയും കിട്ടിയിരുന്നെങ്കിൽ തിന്നാമായിരുന്നല്ലോന്ന് കൊതിച്ചിരിക്കുമായിരുന്നു. ടോണി പറഞ്ഞത് കേട്ടപ്പോൾ ചിന്നുമോൾക്ക് നാണവും ചിരിയും വന്നു. നമുക്കിത് മുഴുവൻ ഇപ്പോൾ തന്നെ തിന്നു കളയാം, ടോണി പറഞ്ഞു. ചിന്നുമോൾ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. ടോണി ആപ്പിളും മുന്തിരിയും എടുത്ത് ടേബിളിന് മീതെ ഇരുന്ന പ്ലേറ്റിൽ വെച്ചു. ഇതാര് കഴുകും? അവൻ ചോദിച്ചു. അയ്യോ, അത് രേവതേൻ്റെ കഴുകിയതാ അങ്കിളെ. അത് ശരി, എന്നാൽ നമുക്ക് കഴിക്കാം. ടോണി അവളെ കിടക്കയിൽ കയറ്റിയിരുത്തി. മുന്തിരിക്കുലയിൽ നിന്നും ഒരെണ്ണം അടർത്തി ചിന്നുമോളുടെ നാവിൽ വെച്ചു കൊടുത്തു. അവൾ ഉടൻ തന്നെ ഒരെണ്ണം അടർത്തിയെടുത്ത് അവൻ്റെ ചുണ്ടുകൾക്കിടയിലും തിരുകി. ഷെറിൻ നിർനിമേഷയായി അത് നോക്കി നിന്നു. മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും അത് കണ്ട് അർദ്ധഗർഭമായി പരസ്പരം നോക്കി. തിരിച്ചു പോകും മുൻപ് മാമച്ചൻ ഷെറിനോടെന്ന വണ്ണം, എന്നാൽ ടോണി കൂടി കേൾക്കത്തക്ക വിധം ചോദിച്ചു, മോളെ ഞങ്ങളങ്ങ് കൊണ്ടുപോയിക്കോട്ടെ, അതോ ഇവിടെ നിർത്തിയിട്ട് പോണോ? ഷെറിൻ ഒന്നും മിണ്ടിയില്ല. പന്ത് തൻ്റെ കോട്ടിലാണ് വന്ന് വീണതെന്ന് ടോണിക്ക് മനസ്സിലായി. കൊണ്ടുപോകണമെന്നില്ല, ഇവിടെ നിന്നോട്ടെ, അവൻ പറഞ്ഞു. ടോണിക്ക് ബുദ്ധിമുട്ടെന്തെങ്കിലും? ഓ, ഒന്ന് പ്രസവിച്ച പെണ്ണിനെ കന്യകയാണെന്നും പറഞ്ഞ് എന്നെ കെട്ടിയേൽപ്പിച്ചതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇനി വരാനില്ലല്ലോ. മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും മുഖം വിളറിപ്പോയി. ഷെറിൻ്റെ മുഖം താണുപോയി. പകൽ ടോണി ചിന്നുമോളെയും കൊണ്ട് ബത്ലഹേം സെൻറ്ററിലെ പച്ചക്കറിത്തോട്ടത്തിലും ഉദ്യാനത്തിലും മീൻ വളർത്തുന്ന കുളത്തിനരികിലും ചുറ്റി നടന്നു. പക്ഷിക്കൂടുകൾക്കരികെയും മുയൽക്കൂടുകൾക്കരികെയും സമയം ചെലവഴിച്ചു. ഇളവെയിലേറ്റ് പൂന്തോട്ടത്തിലെ സിമന്റ് ബെഞ്ചിൽ ഇരുന്നു. ചിന്നുമോൾ വളരെ പെട്ടെന്ന് ടോണിയുമായി ഇണങ്ങി. അവൾ അവനെ ചോദ്യങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിച്ചു. അവൾക്ക് സംശയങ്ങളേയുള്ളൂ. മീനുകളെ നീന്താൻ പഠിപ്പിച്ചത് ആരാണെന്നും പക്ഷികൾക്ക് ചിറക് വെച്ചു കൊടുത്തത് ആരാണെന്നും മുതൽ പൂവുകൾക്ക് നിറം കൊടുത്തത് ആരാണെന്ന് വരെ അവൾക്കറിയണം. തിരികെ മുറിയിലെത്തി വിശ്രമിക്കുമ്പോൾ ചിന്നുമോൾ ഒരു സംശയം കൂടി ടോണിയോട് ചോദിച്ചു. അങ്കിള് എൻ്റെ മമ്മിയെ കല്യാണം കഴിച്ചതാണോ? ആര് പറഞ്ഞു? ടോണി ചെറുചിരിയോട് ചോദിച്ചു. ഞാൻ കേട്ടല്ലോ. മുതിർന്നവർ എപ്പോഴൊക്കെയോ നടത്തിയ സംഭാഷണങ്ങൾക്കിടയിൽ നിന്ന് അവൾക്ക് ഇങ്ങനെയൊരു സംശയവും വീണ് കിട്ടിയിരിക്കുന്നുവെന്ന് ടോണിക്ക് മനസ്സിലായി. ആ, ശരിയാണ്, ടോണി സമ്മതിച്ചു കൊടുത്തു. ഒത്തിരി നാളായോ കല്യാണം കഴിച്ചിട്ട്? 6 വർഷമായി. ചിന്നുമോൾ അല്പസമയം ആലോചിച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചു. അന്നേരം ഒത്തിരി നാൾ അങ്കിൾ എവിടായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. അങ്കിൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മോളല്ലേ ദൂരെ എവിടെയോ പോയിരുന്നത്? അവൾ തന്നെത്താൻ ചൂണ്ടുവിരൽ നെറ്റിയിൽ കുത്തി ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ, അത് ശരിയാ. പക്ഷേ അവളുടെ സംശയം തീർന്നില്ല. അങ്കിളെ, ഇവിടെ നോക്കിക്കേ അങ്കിളെ. ആ, നോക്കി. എൻ്റെ മമ്മീൻ്റെ മോളല്ലേ ഞാൻ? അല്ലേ അങ്കിളെ? അതെ. അന്നേരം അങ്കിളോ? അങ്കിളിൻ്റെ പപ്പയാണോ? ടോണി ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അവൻ്റെ ഹൃദയത്തിൽ ഒരു ക്ഷുഭിത സമുദ്രം അലതല്ലി. അവർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചെന്ന ഷെറിന് ടോണിയുടെ ഭാവമാറ്റം മനസ്സിലായി. മോളു, ഇവിടെ വാ, ഷെറിൻ വിളിച്ചു.
ചിന്നുമോൾ ടോണിയുടെ മുഖത്തേക്ക് നോക്കി ഉത്തരത്തിന് കാത്തു നിൽക്കുകയാണ്. അവളുടെ 5 വയസ്സ് കഴിഞ്ഞ ബുദ്ധിക്ക് ചിലതെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവൾക്ക് മമ്മിയുണ്ട്, പക്ഷേ പപ്പയില്ല. മമ്മിയെ കല്യാണം കഴിച്ച ആളിനെ അവൾക്കറിയാം. പക്ഷേ അയാളെ പപ്പയെന്ന് വിളിക്കേണ്ടതിന് പകരം അങ്കിളെന്ന് വിളിക്കാനാണ് അവളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ എല്ലാം പൊരുളെന്ന് അവൾക്കറിയില്ല. മോള് പോയി ഡ്രസ്സ് മാറിക്കേ, കുളിക്കണ്ടേ? ഷെറിൻ ചിന്നുമോളുടെ അടുത്തേക്ക് വന്ന് അവളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. ടോണി മുറുകിയ മുഖത്തോടെ ഇരിക്കുകയാണ്. ഷെറിൻ കുറ്റബോധത്തോടെ ഒച്ച താഴ്ത്തി പറഞ്ഞു, മോളോട് ദേഷ്യം തോന്നല്ലേ, അവൾ അറിവില്ലാന്ന് ചോദിച്ചു പോയതാ. ടോണി രൂക്ഷമായി അവളെ നോക്കി. അറിവുള്ള നീ ചെയ്തതോ? അവൻ്റെ വാക്കുകളിൽ രോക്ഷം തിളച്ചു. എനിക്കിപ്പോൾ നിന്നോട് തോന്നുന്ന വികാരം എന്തെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. പോ എൻ്റെ മുമ്പിന്ന്. ഷെറിൻ അക്ഷണം തന്നെ പിന്മാറി. അവൾ ബാത്റൂമിൽ വന്നു നിന്ന് അടക്കി പിടിച്ച് കരഞ്ഞു. മമ്മിയുടെ കരച്ചിലും അങ്കിളിൻ്റെ ദേഷ്യവും എല്ലാം ചിന്നുമോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളെ കുളിപ്പിക്കുമ്പോൾ ഷെറിൻ പറഞ്ഞു, അങ്കിളിനോട് മോൾ അങ്ങനെയൊന്നും ചോദിച്ചുകൂടാ. അങ്കിളിന് ദേഷ്യം വരും. അതാണോ അങ്കിൾ ദേഷ്യപ്പെട്ടെ? മോൾ അങ്കിളിനോട് സോറി പറയണം കേട്ടോ. ഷെറിൻ അവളെ തുവർത്തി ഉടുപ്പിടിവിച്ച് മുടി ചീകിയൊതുക്കി കസേരയിലിരുത്തി. ചിന്നുമോൾ ഇടയ്ക്കിടെ ടോണിയുടെ നേർക്ക് പാളി നോക്കി. അടുത്തേക്ക് ചെല്ലാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. ചിന്നുമോൾ അല്പം പേടിച്ചിട്ടുണ്ടെന്ന് ടോണിക്ക് മനസ്സിലായി. അവൻ അവളെ കണ്ണ് കാണിച്ച് അടുത്തേക്ക് വിളിച്ചു. അവൾ കസേരയിൽ നിന്നിറങ്ങി മടിച്ച് മടിച്ച് അരികെ ചെന്നു. മോള് പിണങ്ങിയോ അങ്കിളിനോട്? ഇല്ലെന്നവൾ തലവെട്ടിച്ചു. പിന്നെന്താ മാറിയിരുന്നേ? അങ്കിളിന് ദേഷ്യം വന്നിട്ടാ. അങ്കിളിന് മോളോടല്ല ദേഷ്യം. സോറി, ചിന്നുമോൾ വല്ലായ്മയോട് പറഞ്ഞു. അങ്കിള് ചിന്നുമോളുടെ പപ്പയാണോന്ന് ഇനിയും ചോദിക്കത്തില്ല കേട്ടോ. ടോണിക്ക് വല്ലാതെയായി. ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ സ്വന്തത്തിനും ബന്ധത്തിനും എന്ത് വില? തൻ്റേതാണോ അല്ലയോ എന്ന സ്വാർത്ഥ വികാരത്തിന് എന്തർത്ഥം? സാരമില്ല കേട്ടോ. ടോണി അവളുടെ ശിരസിൽ തഴുകി. മോൾക്ക് വേണമെങ്കിൽ അങ്കിളിനെ പപ്പ എന്ന് വിളിച്ചോ കേട്ടോ. അവൻ അവളെ തൻ്റെ ദേഹത്തേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടപ്പോഴേക്കും ഷെറിന് വല്ലാതെ കരച്ചിൽ വന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.